ഹലോ ഡിയേഴ്സ്, അങ്ങനെ ഇത് വീണ്ടും ഒരു ഞായറാഴ്ച കൂടി എത്തി. എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ ആഴ്ചകളൊക്കെ പോകുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോക്ക് അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ തന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയട്ടെ. നിങ്ങൾ തന്ന സപ്പോർട്ടാണ് പിന്നീടുള്ള എൻ്റെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. ഞാനും അമ്മയും കൂടി വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കേട്ടോ. അച്ഛനും അനിയത്തിയും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടിയിലാണ് പോയത്. മെയിൻ റോഡിനടുത്തേക്ക് എത്താറായപ്പോഴാണ് അമ്മ കോട്ട് എടുത്തില്ല എന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ ഇനി അങ്ങോട്ട് ഓട്ടോയിലാവാം യാത്ര എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയുടെ കാര്യമൊന്നും പറയാൻ കഴിയ, അതാണ് അവസ്ഥ. അമ്പലം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അമ്പലം എവിടാന്ന്. അതെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ക്ഷേത്രം കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ വന്നാലുള്ള ആ വൈകുന്നേരത്തെ ഫീലിനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. ആ ഡിവൈൻ ഫീൽ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. നാളെ എനിക്ക് ഓണം എക്സാം സീരീസ് സ്റ്റാർട്ടാവുകയാണ്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. തൊട്ടടുത്തുള്ള നരസിംഹമൂർത്തിയുടെ അടുത്ത് പോയി ഞാനൊരു നെയ്വിളക്ക് കത്തിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പുറത്ത് കുറേ പെയിൻറ്റിങ്സ് വരച്ചിരിക്കുന്നത് കണ്ടു. ഓരോ ചിത്രങ്ങളും നമുക്ക് ഓരോ കഥകളാണ് പറഞ്ഞു തരുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രാധാകൃഷ്ണ പെയിൻറ്റിംഗ് ആയിരുന്നു. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് ദീപ നഴ്സിംഗ് ഹോം. ഈ ഹോസ്പിറ്റലിൽ ഞാനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഞാൻ ആദ്യമായി ലോകം കാണുന്നത് ഇവിടെ നിന്നാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകിയ സ്ഥലം. ഒരു ശനിയാഴ്ച രാത്രി ഇവിടെ പൂജ നടക്കുന്ന സമയത്തായിരുന്നു അത്ര എൻ്റെ ജനനം. ചിലപ്പോൾ അതായിരിക്കും അല്ലേ ഗൈസ് ഞാൻ അയ്യപ്പ ഭക്തിയായത്. അങ്ങനെ കരുതാനാണ് എനിക്കിഷ്ടം. പൂജയ്ക്ക് കഴിഞ്ഞ് ഞാനും അമ്മയും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഹരിവരാസനം കേൾക്കാൻ തുടങ്ങി. പുറത്ത് നല്ല മഴയും കർപ്പൂരത്തിൻ്റെ മണവും ഹരിവരാസനവും. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെന്നെ ശബരിമലയെ ഓർമ്മിപ്പിച്ചു. നാളെ എനിക്ക് മലയാളം എക്സാമാണ്. എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി. ഇനി ഒന്നും പോയി ഫ്രഷ് ആവണം, നന്നായി കിടന്നുറങ്ങണം. രാവിലെ ഇതിലും ഫ്രഷായി എഴുന്നേൽക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. സൈനിങ് ഓഫ് ദിയ.